പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെയാൽ താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ ഈശോയെ, ഈ 3 മണി സമയം കൃപയുടെ സമയം, കരുണയുടെ നിമിഷങ്ങളാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നീ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. വചനത്തിൽ നീ ഞങ്ങളോട് ചെയ്തതുപോലെ കർത്താവിന് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുകയും അതൊരിക്കലും മറക്കാനും പാടില്ല. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന നീ ഞങ്ങളോട് കാണിച്ച വലിയ കാരുണ്യമാണ്. ഞങ്ങൾ ആരും നശിച്ചു പോകാതെ നിന്റെ സ്നേഹത്തിലായിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിച്ചു. ഈശോയെ, നീ ഞങ്ങളോട് കാണിച്ച വലിയ കരുണയെ ഓർത്ത് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ 1 മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയിലേക്ക് നമ്മൾ ഓരോരുത്തരും നടന്നെടുക്കുന്ന സമയം ദൈവത്തിൻ്റെ കരുണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാനാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ല. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാനാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കും. ഇത്രമാത്രം ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മളെല്ലാവരും യഥാർത്ഥ മനസ്സാന്തരത, യഥാർത്ഥ തിരിച്ചറിവോടെ, വലിയ ബോധ്യങ്ങളോടുകൂടെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിപ്പിക്കുന്നവരായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണം. ഇതാണ് ദൈവം ഏറ്റവും കൂടുതലായിട്ട് അഭിലഷിക്കുന്നൊരു കാര്യം. പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ ആ ഒരു വലിയ ലക്ഷ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ധ്യാനിക്കുന്ന 1-2 കാര്യങ്ങൾ. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ ദൈവം നമ്മളോട് കരുണ കാണിച്ച അവസരങ്ങൾ ദൈവം കരുണ കാണിച്ചതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകാറുണ്ട്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഒത്തിരിയേറെ നല്ല കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും അതൊക്കെ എൻ്റെ കഴിവാണ്, എൻ്റെ മേന്മയാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉപരിയായി എല്ലാം എനിക്ക് ദാനമായിട്ട് കിട്ടിയതാണ്, എനിക്ക് ദാനമായി കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും നമ്മുടെ മാനുഷികമായ ബലഹീനതകളിൽ പലപ്പോഴും നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിക്കുകയും അഹങ്കരിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സുഭാഷിതങ്ങൾ 28-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം പറയുന്നു: തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ഒത്തിരിയേറെ ആളുകളുടെ മനസ്സിലുള്ള ഒരു വലിയ ഒരു തെറ്റിദ്ധാരണയാണ്, എന്തുകൊണ്ടാണ് ഞാൻ കുമ്പസാരത്തിന് പോകുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ പാപങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ ഒത്തിരി തെറ്റിദ്ധാരണകളിൽ ജീവിക്കുന്നവരുണ്ട്.
വചനം പഠിപ്പിക്കുന്ന കാര്യമാണ്. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റു പറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. അതായത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുകയും, അതായത് നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും അതിനെ മറികടന്ന് അതിജീവിച്ചുകൊണ്ട് വീണ്ടും വിശുദ്ധിയോടെ ജീവിക്കാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിന്റെ ജീവിതത്തിലേക്ക് കരുണ ലഭിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കുന്ന കാര്യം, നമ്മുടെയൊക്കെ തെറ്റുകളും കുറവുകളും ബലഹീനതകളും വീഴ്ചകളും ഒന്നും ആരും അറിയരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. മനുഷ്യൻ്റെ ശാരീരിക ഘടനയുടെ ഒരു ഭാഗം തന്നെയാണ്. പ്രകാരം നമ്മുടെ ഉള്ളിലെ തെറ്റുകളും കുറവുകളൊന്നും ആരുടെ മുമ്പിൽ വിളമ്പുവാനായിട്ട് ആഗ്രഹിക്കാത്തവരാണ് നമ്മളെല്ലാവരും. അതേ സമയത്ത് നിന്റെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറയാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതായിട്ടും ദൈവം കരുണ വർഷിക്കുന്നതും കാണാൻ പറ്റും. ഓരോ കുമ്പസാരത്തിലും നമ്മൾ ഏറ്റുപറയുന്നു. നമ്മുടെ ജീവിതത്തിലെ ആരോടും പറയാൻ പോലും പഠിക്കുന്ന വലിയ പാപങ്ങളും കുറ്റങ്ങളും വീഴ്ചകളും ഒക്കെ ദൈവസന്നിധിയിൽ ഒരു വൈദികന്റെ മുമ്പിൽ മുട്ടുകുത്തി നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം, മനസ്സിൽ ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ കരുണ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കും, കർത്താവിൻ്റെ വലിയ കാരുണ്യം കൊണ്ട് എന്നെ പൊതിയും. ആ ഒരു വലിയ തിരിച്ചറിവിലാണ് നമ്മളിത് ഏറ്റുപറയുക. പലപ്പോഴും കുമ്പസാരം എന്ന കുദാശയിലേക്ക് വരുമ്പോൾ നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായൊരു കാര്യമാണ് എളിമ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാനായിട്ട് അത്രമാത്രം നമ്മൾ വിനയപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് വചനം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിൽ. അതായത് നമ്മൾ എന്തുമാത്രം വിനയപ്പെടുന്നുവോ എളിമപ്പെടുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകുവാനായിട്ട് സഹായകമാകുന്നത് നമ്മുടെ എളിമയോടെയുള്ള നമ്മുടെ ജീവിതവും പ്രവർത്തികളുമാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ചങ്കൂറ്റം. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറവുകൾ, ആരോടും നമ്മൾ പറയാൻ മടിക്കുന്ന നമ്മുടെ തെറ്റുകൾ പോലും നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ചങ്കൂറ്റം. രണ്ട് കാര്യങ്ങളും നമ്മൾ ചേർന്ന് വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ കരുണ നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യമാണ് വചനം ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ നമ്മൾ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം, ഇതുപോലെ തെറ്റുകൾ സംഭവിച്ച വ്യക്തികൾ നിരവധിയാണ്. വചനത്തിൽ ഉടനീളം കാണാൻ പറ്റും. പത്രോസ്ലീഹായുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈശോയെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാ അപ്രീസിയേഷനും മേടിച്ച് പത്രോസ്ലീഹായെ കാണാൻ പറ്റും. പിന്നീട് ഒരു പരിചാരികയുടെ മുമ്പിൽ ഈശോയെ വളരെ നിസ്സാരമായിട്ട് തള്ളിപ്പറയുന്ന പത്രോസ്ലീഹായെ കാണാൻ പറ്റും. ഈശോയുടെ ജീവിതത്തിലേക്ക് രക്ഷാകര പദ്ധതിക്ക് മുഴുവനും ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന പത്രോസ്ലീഹായെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, തൻ്റെ തെറ്റുകളും കുറവുകളും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മനസ്സ് നുറുങ്ങി ഈശോയുടെ മുമ്പിൽ ഈശോയെ നോക്കിക്കൊണ്ട് അനുതാപത്തോടെ ഈശോയുടെ പക്കലേക്ക് തിരിച്ചു വരുന്ന പത്രോസ്ലീഹായെ കാണാൻ പറ്റും. ഉത്ഥാനത്തിന് ശേഷം പത്രോസ്ലീഹായോട് ഈശോ ചോദിക്കുന്നുണ്ട്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം ചോദിക്കുമ്പോഴും പത്രോസ്ലീഹ പറയുന്ന കാര്യം, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നല്ലോ. ഇതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ മുഴുവനും, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരെയും ക്രിസ്ത്യാനികളെ മുഴുവനും ഉന്മൂലനം ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ് പൗലോസ്ലീഹ. സാവൂള് എല്ലാവരെയും കൊന്നൊടുക്കുവാനും, അതുപോലെ തന്നെ ഇനി ക്രിസ്തു മതവും അല്ല ക്രിസ്ത്യാനികളും ഇനി ലോകത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഡമാസ്കസിലേക്ക് പോകുന്നത്. പ്രകാരം ക്രൈസ്തവ സഭയെ പീഡിപ്പിച്ചിരുന്ന സാവൂള് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ സമയത്ത് അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. അവൻ വീണ്ടും അവൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു. പിന്നീട് നമ്മൾ വായിക്കുന്ന ഓരോ ലേഖനം, പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും എന്തുമാത്രം ഓണസ്റ്റായിട്ടാണ് കാര്യങ്ങൾ പറയുക. അതായത്, ഞാൻ സഭയെ പീഡിപ്പിച്ച വ്യക്തിയാണ്, ഞാൻ ഇത്രമാത്രം എന്നെ സ്നേഹിച്ച് എന്നെ പരിപാലിച്ച് എന്നോട് കരുണ കാണിച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞവനാണ്.
തൻ്റെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഏറ്റുപറയുന്നതിൽ ഒരു മടിയുമില്ലാതെ തൻ്റെ കുറവുകൾ എല്ലാവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞവനാണ്. അതുകൊണ്ട് പത്രോസ്ലീഹായുടെ ആ ഒരു വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഹൃദയം നുറങ്ങി ആളുകൾ പറഞ്ഞു, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഒത്തിരി ആളുകൾ, നിരവധി ആളുകൾ, വിജാതീയര് പോലും കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിലേക്ക് തിരിച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മുടെ ജീവിതങ്ങൾ മറയില്ലാത്ത, കളങ്കമില്ലാത്ത ജീവിതങ്ങളാകുമ്പോൾ, എളിമയോടെ നമ്മൾ കർത്താവിനെ സമീപിക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളിലും ദൈവം കരുണ കാണിക്കുന്ന വലിയ അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നല്ല സമറായൻ്റെ ഉപമയിലും അത് തന്നെയാണ് കാണുക. നല്ല സമറായൻ്റെ ഉപമയിൽ എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ടുള്ള അവസരമുണ്ട്. പക്ഷെ അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങൾ അവർ കുടുങ്ങിപ്പോയി. പക്ഷെ നന്മ ചെയ്യാനായിട്ടുള്ള ആ ഒരു വലിയ ഒരു ഉൾവിളി ലഭിച്ചത് നല്ല സമറായനാണ്. അവരവൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മൾ തെറ്റുകളിലേക്കല്ല, തിന്മകളിലേക്കല്ല വീണു പോകേണ്ടത്. നന്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുക. നന്മ ചെയ്ത് കടന്നുപോയ ക്രിസ്തുവിനെ പോലെ നമ്മുടെ ജീവിതങ്ങളും നന്മ ചെയ്ത് കടന്നു പോകുന്നവ ജീവിതങ്ങളായിട്ട് മാറുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന സമയം എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും, പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ശാരീരികവും മാനസികവുമായി ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെ, കഠിനമായ വേദനകളിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. അവരെല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. അവരുടെ വേദനയുടെ നിമിഷങ്ങളിൽ ആശ്വാസമായ കർത്താവെ നീ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കുന്നു. നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി നിന്റെ സ്നേഹത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും, ഞങ്ങളുടെ ജീവിതത്തിൽ വീഴ്ചകളും തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഏറ്റുപറയുന്നതിന് മടി കാണിച്ച് നിൽക്കാതെ അത് ഏറ്റുപറഞ്ഞ് കൂടുതൽ ഐശ്വര്യത്തോടെ നിന്റെ കരുണ ലഭിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മെ തന്നെ പൂർണ്ണമായ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച കർത്താവെ ഞങ്ങളതിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും